ജേർണൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന 1, 2 ഒന്നല്ല 5 പാറ്റേൺ പേപ്പറാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഹൈലൈറ്റർ എടുത്തിട്ട് ഇതേപോലെ ലൈൻസ് വരച്ച് കൊടുക്കുകയാണ്. ഈ പാറ്റേൺ പേപ്പർ നമുക്ക് പ്രിൻ്റ് എടുക്കുകയും ചെയ്യാം, അതേപോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. എന്നിട്ട് ആ ലൈനിൻ്റെ ഉള്ളിൽ കൂടെ ഇതേപോലെ ഒരു ബ്ലാക്ക് ജെൽ പെൻ വെച്ചിട്ട് ഇങ്ങനെ കാക്കറി കുക്കറി വരച്ച് കൊടുക്കുകയാണ്. അത് ഇങ്ങനെ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പേപ്പറിനൊരു പൂങ്കാവനമാക്കാം. മൊത്തം ഇതേപോലെ പൂ വരച്ചു കൊടുക്കുകയാണ്. ഓറഞ്ചും റെഡും യെല്ലോയും കളറാണ് യൂസ് ചെയ്തത്. ഒരു ജേർണൽ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് പാറ്റേൺ പേപ്പർ ഉണ്ടെങ്കിൽ അത് കാണാൻ നല്ല രസമായിരിക്കും. അടുത്തത് ഇതേപോലെ യെല്ലോ കൊണ്ട് കുറച്ച് കട്ടി കുറഞ്ഞ ലൈൻസ് വരച്ചു കൊടുക്കുകയാണ്. അതും ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ടാണ് വരയ്ക്കുന്നത്. ഇനി അതിൻ്റെ മേലെ കൂടെ ഒരു ബ്ലൂ സ്കെച്ച് എടുത്തിട്ട് ഇങ്ങനെ ബോ വരച്ചു കൊടുക്കുകയാണ്. അവിടെ എവിടെയായിട്ട് റാൻഡമായിട്ട് കുറച്ച് ബോ ആണ് വരയ്ക്കുന്നത്. ഈ പാറ്റേൺ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, ലാസ്റ്റ് കാണാൻ. അപ്പോൾ ഒന്നും നോക്കണ്ട, അപ്പോൾ A4 ഷീറ്റ് എടുത്തിട്ട് ആയോ ഇതൊക്കെ ചെയ്ത് നോക്കുക. ഇനി അടുത്തത് പറഞ്ഞാൽ ഈ പിങ്കിനെ കൊണ്ട് ഇങ്ങനെ ലൈൻസ് വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ബ്ലൂവിനെ കൊണ്ട് വരയ്ക്കുകയാണ്. ബ്ലൂ ചെറുതായിട്ടൊന്ന് പാളിപ്പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട്, പക്ഷേ ഇല്ല ഗൈസ്, നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഒട്ടിക്കുമ്പോൾ രസമുണ്ടാവും. എന്നിട്ട് ഇതിൻ്റെ മേലെ കൂടെ നമുക്ക് വരയ്ക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഇത്ര എണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഇനിയും ചെയ്യാം.